ചായ വെക്കുന്നത് ചായ അട്ടി ചായ മാറി നമ്മുടെ കട്ടി ചായ വെക്കാൻ പോവാണ്. കട്ടി ചായ വെക്കാനൊക്കെ അറിയാലോ അല്ലേ? അതെ ചായക്ക് വെക്കില്ലേ? കട്ടി എന്താ ചായക്ക് കടി? റസ്ക്. എലൈറ്റിന്റെ റസ്ക് അല്ലേ? ഓക്കേ. പരസ്യായി സൂപ്പർ. പിന്നെ എന്താ പിന്നെ ഫോൺ മേടിക്കാനാ? ഓക്കെ മേടിക്കാം. സേവൊക്കെ ഉണ്ട്, നമുക്ക് മേടിക്കാം. എന്നിട്ട് എന്ത് വെച്ചാ? ഫോണാ? ഫോണിന്റെ കളറാ? മേടിക്കാലോ. പിന്നെ ഇനി എന്താ മറ്റേ ഡാൻസ് ചെയ്യണ്ടേ നമുക്ക്? ഇനി ഏതാ ഡാൻസ് ഇഷ്ടം? അത് നമ്മൾ കളിച്ചിട്ടുണ്ട് അല്ലേ? കട്ടി ചായ തിളക്കാറായി നോക്കിയേ. ആയാ? ആവണുള്ളൂ അല്ലേ? അത് കട്ടിന്റെ ചായയാണ് അപ്പൊ. പിന്നെ മറ്റേ ഡാൻസ് നമുക്കിന്ന് ഏതാ ഇഷ്ടം കൂടുതല്? ഓമക്കായ. അതെ, ഒരു 2 സ്റ്റെപ്പ് ഇട്ടാ നോക്കട്ടെ, എല്ലാരും കാണട്ടെ. ആയ് കലക്ക് കലക്ക്. പാട്ട് പാടിയിട്ട് കളിക്ക്. മോണിക്കല്ലേ? 4 മണി ചായയും കട്ടിന്റെ ഡാൻസും. കട്ടി 4 മണി ചായയും കട്ടിന്റെ ഡാൻസും സൂപ്പർ. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. പിന്നെ കട്ടി എവിടേക്ക് പോയി? നാട്ടിലേക്ക് പോയില്ലേ? എന്തിനു പോയി? ഏതാ കളറ്? ചോപ്പ്. എല്ലാരും കാണിച്ചു കൊടുത്തോ? എല്ലാരും കണ്ടോ? അതെ. പിന്നെ എന്നിട്ട് പിന്നെ എന്തൊക്കെ ചെയ്തു? അല്ലാട് പോയിട്ട് പിന്നെ എന്തൊക്കെ ചെയ്തു? പൊറോട്ട മേടിച്ചാ? ഇത് നീ കഴിച്ചാ? പിന്നെ പിന്നെ പിന്നെന്താ? കൊല്ലി മേടിച്ചാ? പിന്നെ കോഴി ചിക്കൻ മേടിച്ചു. അടിപൊളി. അപ്പൊ ചിക്കനും കൊള്ളിയും കൂടി വെക്കാനാ? എപ്പോ? ശരി, നാളെ വെക്കാനാ? പിന്നെ ആരാ മേടിച്ച്? ആരാ വെക്കണേ കൊള്ളി? നാളെ കൊള്ളി ഇറച്ചി ആരാ വെക്കണേ? അടി ആരാ വെക്കണേ? കറി വെക്കണേ? നീ വെക്കോ? എനിക്ക് വെക്കാൻ അറിയോ? പിന്നെ ചിന്നു വെക്കൂ. അവള് വെക്കില്ലേ? വൃന്ദ. നീ ചിന്നു
ആ ചായ വെച്ച് പോയി ചായപ്പൊടി എടുക്ക്. ചായപ്പൊടി തേക്കരി. അപ്പം നമ്മുടെ ചായക്ക് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിലോട്ട് കട്ടി ചായപ്പൊടി ഇടുവാണേ. ഒരു സ്പൂൺ ചായപ്പൊടി തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടിട്ട് കട്ടി ചായ റെഡിയാക്കുക. ഇനി ചായപ്പൊടി ഇട്ടിട്ട് പാത്രമൊക്കെ അടച്ച് വെച്ചിട്ട് വെള്ളം നല്ലപോലെ തിളച്ച് ചായ റെഡിയാകും. ചായ വെച്ച് പോയി. പഞ്ചസാര. ഇനി പഞ്ചസാര ഇട്ടിട്ടില്ലല്ലോ. പഞ്ചസാരയില്ല. ഇനി പഞ്ചസാരയും കൂടി ഇടണം. അതാ പഞ്ചസാര ഇട്ടോ, പഞ്ചസാര കട്ടി പഞ്ചസാരയും ചായപ്പൊടി ഇട്ടോ. ഒപ്പം തന്നെ പഞ്ചസാര ഇടുക. ഇനി വേഗം സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടാൽ ഓക്കെ. കട്ടി പഞ്ചസാര ഇടുക. ഇട് 2 3 4 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇനി അടച്ചു വെച്ചു. പാത്രം അടച്ചു വെച്ചോളൂ. ഇനി ഗ്യാസ് കൂട്ടി വെച്ച് കട്ടി ചായ തിളപ്പിച്ചെടുക്കുകയാണ്. പഞ്ചസാരയൊക്കെ നല്ലപോലെ വെള്ളത്തിൽ അലിയണ്ടേ. ഇനി എന്താ കട്ടി അടുത്തായിട്ട് ചെയ്യാൻ പോണേ? ഓ, പഞ്ചസാര നമ്മൾ ഇട്ടതല്ലേ, ഇനി പഞ്ചസാര വേണ്ട. ഇനി എന്താ ചെയ്യണേ? ചായ നല്ലപോലെ തിളപ്പിച്ചിട്ട് ഗ്യാസ് കുറച്ച് വെക്കുന്ന എന്തിനാ? ഇനി ഗ്യാസ് ഓഫാക്കിയാൽ പോയി. ആയി തിളച്ചല്ലോ. ഓക്കെ ഇനി ഗ്യാസ് ഓഫാക്കിയാൽ മതി കേട്ടോ. ഓഫാക്കിക്കോ. കട്ടി നല്ലപോലെ ചായ തിളപ്പിച്ചിട്ടുണ്ട്. കട്ടി ഗ്യാസ് ഓഫാക്കേണ്ടത് മറന്നെന്ന് തോന്നുന്നു. ഓക്കെ മിടുക്കി. ഗ്യാസ് ഓഫ് ആയിട്ടുണ്ട്. കട്ട ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കപ്പിലോട്ട് പകർത്തിയാൽ മതി. കട്ടി അതിന് കപ്പൊക്കെ കഴുകി എടുക്കുന്നുണ്ട് ഇവിടെ. കപ്പൊക്കെ വൃത്തിയായിട്ട് കഴുകി എടുക്കുക ആൾക്ക് ചായ കുടിക്കാനുണ്ട്. ഓക്കെ, കപ്പൊക്കെ കഴുകി ഇനി കപ്പിലോട്ട് ചായ പകർത്താൻ പോവാം. ചായ ചൂടാണ്. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? ഞാൻ ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് തരാം. ആൾക്ക് നമ്മുടെ ഹെൽപ്പൊന്നും വേണ്ട. അതൊന്നും സ്വന്തമായിട്ട് ചെയ്യാൻ പോവാണ് ആൾ. അപ്പം ചെയ്യാം. ചായ കപ്പിലോട്ട് കുടിക്കട്ടെ. ചൂടാ, സൂക്ഷിച്ചില്ല. ഗ്ലാസ്സിലോട്ട് ഒഴിച്ചോട്ടാ. ഓക്കെ ഒഴിച്ചോളൂ. അപ്പോൾ കട്ട് റെഡിയാക്കിയ ചായ കട്ടി കപ്പിലോട്ട് പകർത്തിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നോക്കിയിട്ട് പറയട്ടെ എങ്ങനെയുണ്ടെന്ന്. ചായ കുടിക്കാനാണ്. ചായ റെഡിയായാ? ചായ സൂപ്പർ ചായ. ചായ നോക്കിയിട്ട് കട്ട ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചായ കുടിച്ച കപ്പൊക്കെ കഴുകി വെക്കാമെന്ന് കട്ടി പറഞ്ഞേക്കുന്നത്. അപ്പോൾ കട്ടി തന്നെ കഴുകാമെന്ന് പറഞ്ഞ് കയറിയേക്ക് അടുക്കളയിലേക്ക്. സ്വന്തമായിട്ട് കഴുകി നോക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കപ്പ് കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആൾ എന്താ ചെയ്യാൻ പോകണം നോക്കാം. ചായ വെച്ച പാത്രം കഴുകാൻ പോകണം ഇനി ആൾ. നോക്കാം നമുക്ക് ഇനി എന്താ ചെയ്യണേന്ന്. അപ്പോൾ ആൾ ചായപാത്രമൊക്കെ വേഗം കഴുകുകയാണ്. അന്നെ അത് കഴിഞ്ഞിട്ട് ആൾക്ക് അടുത്ത ഡ്യൂട്ടി ഉണ്ട്. ആളിന് ചെടിയൊക്കെ നനയ്ക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ആൾക്ക് അതിന് പോകാൻ വേണ്ടി. അതുകൊണ്ടാണ് ആൾ വേഗം ആക്കണത്. അപ്പോൾ ചെടി നനയ്ക്കുന്ന വീട് നമുക്ക് വേറൊരു ദിവസം ചെയ്യാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് നമുക്കപ്പം ബൈ പറയാം. നാളെ കാണാം.